എന്തായാലും കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമ നിരീക്ഷകരും അങ്ങനെ ഒരു വലിയ പട തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിരുന്നു. BJP കേരളത്തിൽ പച്ചപിടിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. BJP കോഴിമുട്ട പോലെ ഇപ്പം പൊട്ടുമെന്ന് പ്രതിപക്ഷം പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞു BJPയുടെ താമര കുളത്തിലായിരിക്കും, ഡെപ്പോസിറ്റ് ഫിക്സഡ് ബാങ്കിലായിരിക്കും എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ പരിഹസിച്ചു. പക്ഷേ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നേമത്ത് ഞങ്ങളുടെ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്താൻ വേണ്ടി മതതീവ്രവാദികളിൽ നിന്ന് പണം മേടിച്ചു നിന്ന ആ ഒരുതരം മൂന്നാംകട രാഷ്ട്രീയത്തെ ഞങ്ങൾ അതിശക്തമായി എതിരിട്ടുകൊണ്ട് മധുരമായ മറുപടി കൊടുത്തുകൊണ്ട് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ വിന്ധ്യന് തെക്ക് ഇനിയും BJPക്ക് വിന്ധ്യന് തെക്ക് BJP ഇല്ല, സൗത്ത് ഇന്ത്യയിൽ BJP ഇല്ല എന്നിനി ഇവർക്ക് പറയാൻ കഴിയില്ല. കേരളത്തിൽ ഞങ്ങളുടെ പടയോട്ടം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, 2ാം സ്ഥാനത്തിൽ ശോഭാ സുരേന്ദ്രൻ, അതുപോലെ ആറ്റിങ്ങലിൽ V മുരളീധരൻ 2ാം സ്ഥാനക്കാരുമായിട്ടുള്ള അവരുടെ വോട്ട് വിഹിതം വളരെ ചെറുതാണ്. തിരുവനന്തപുരത്ത് 1 ലക്ഷം വോട്ടിന് മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ശശി തരൂരിന് അവസാന നിമിഷം വരെ വല്ലാതെ അന്ത്യശ്വാസം വലിക്കേണ്ടി വന്നു. എന്തിനു പറയുന്നു, ആലത്തൂർ ഞങ്ങളാരും വലിയ ഒരു അങ്ങേയറ്റത്തെ പ്രതീക്ഷ ഒന്നും പുലർത്താത്ത ആലത്തൂരിൽ പോലും 2,15,000 വോട്ടിൻ്റെ അടുത്ത് 2,12,000 വോട്ടിന് കരസ്ഥമാക്കിക്കൊണ്ട് BJP കേരളത്തിൽ 20-ന് മുകളിൽ ശതമാനത്തിലേക്ക് വോട്ട് പെർസെൻറ്റേജ് കൊണ്ടുവരികയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു BJPയുടെ തേരോട്ടമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിൽ. ശ്രീ ഗോപാലകൃഷ്ണൻ, ശരിയാണ്, BJPയുടെ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വോട്ട് ഷെയർ ആണ്. നിങ്ങൾക്ക് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു ലോക്സഭാ സീറ്റ്, അതും വലിയ മികച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. കൺഗ്രാജുലേഷൻസ്. താങ്കൾ പറഞ്ഞു ഇവിടുത്തെ മാധ്യമങ്ങളും സകല ആളുകളും ഞങ്ങൾക്കെതിരായിരുന്നുവെന്ന്. മാധ്യമങ്ങളും പണവും സകല സംവിധാനങ്ങളും നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ഉത്തർപ്രദേശിലോ രാജസ്ഥാനിലോ ഹരിയാനയിലോ പശ്ചിമ ബംഗാളിലോ ഇവിടങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചത്? ഞാൻ 2019 ഓർക്കുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ, അങ്ങ് ചർച്ചയ്ക്ക് വന്നത് എത്ര സന്തോഷവാനായിട്ടാണ് ലഡ്ഡു ഒക്കെ കൊണ്ടുവന്നത്. പക്ഷെ ഇന്നത്തെ ആ സന്തോഷം തൃശ്ശൂർ ജയിച്ചിട്ടും അങ്ങയുടെ മുഖത്ത് കാണാനില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ ഉത്തർപ്രദേശിലെ രാജസ്ഥാനിലെ സാധാരണ ജനങ്ങൾ ഇങ്ങനെ ഒരു തിരിച്ചടി BJPക്ക് നൽകിയത്? നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷമൊക്കെ ഒന്ന് വാരണാസിയിൽ എടുത്തു നോക്കൂ. എന്തുകൊണ്ടാണ് ജനം ഇങ്ങനെ പ്രതികരിച്ചത്? അല്ല, നിങ്ങൾക്ക് പേടിക്കണ്ട, ലഡ്ഡു ഞാൻ അയച്ചിട്ടുണ്ട് അഭിലാഷിന്. അഭിലാഷിന് മാത്രമല്ല, മാധുവിനും അയച്ചിട്ടുണ്ട്. അത് എന്നോട് അന്ന് പറഞ്ഞത് ലഡ്ഡു നിങ്ങൾ അയക്കണം എന്നാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പല ആളുകളെയും കാണാം. പല ആളുകളുടെ പടമൊക്കെ വെച്ച് വലിയ പ്രചാരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. മാധ്യമപ്രവർത്തകരുടെ വോട്ടെണ്ണട്ടെ, പെട്ടി പൊട്ടിക്കട്ടെ, എന്നിട്ട് കാണുന്നു. വലിയ ഭീഷണിയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ തന്നെയാണ്. ശ്രീ വാരണാസിയിലേക്ക് 1.5 ലക്ഷത്തിലേക്കൊക്കെ കൂപ്പുകുത്തുക. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 10 വർഷം ഭരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ 3ാം ഊഴത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം അത്, 2 പ്രാവശ്യം അടുപ്പിച്ച് ജയിച്ച് 3ാം വട്ടം, അതായത് 10 വർഷം ഭരിച്ച് 15ാമത്തെ വർഷത്തിനു വേണ്ടി ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ജവഹർലാൽ നെഹ്റു തീർച്ചയായും 3 തവണ വിജയിച്ച ജവഹർലാൽ നെഹ്റു. ബി ഗോപാലകൃഷ്ണൻ മറന്നു പോകരുത്. ബി ഗോപാലകൃഷ്ണൻ മറന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ചർച്ചയിൽ അദ്ദേഹം നെഹ്റുവിനൊപ്പം എത്തും നരേന്ദ്രമോദി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താന്ന് കേക്ക്. ഞാൻ പറഞ്ഞത് എക്സെപ്റ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ചാടി വീഴല്ലേ? ഒരു സാവകാശം തരാം, ഞാൻ ഒന്ന് പറയട്ടെ. അല്ല, ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞത് എക്സെപ്റ്റ് ജവഹർലാൽ നെഹ്റു. പക്ഷെ ജവഹർലാൽ നെഹ്റുവിനടുത്ത് ഒരു പ്രശ്നമുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ, ഞാൻ പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ദർ വാസ് നോ ഓപ്പോസിഷൻ. ഇപ്പം അങ്ങനെയാണോ? ഇപ്പം സകല ആളുകൾ ഒരുമിച്ച് കൂടി കള്ളും മുള്ളും കാഞ്ഞിര കുരുവും മുള്ളും മുരുടും മൂർഖം പാമ്പും എന്ന് പറയുന്ന സകല എണ്ണവും ഒരുമിച്ച് കൂടിയിട്ട്
ഈ BJP-യെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞിട്ടും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, വി വിൽ വിൻ ആൻഡ് വി വിൽ സെക്യൂർ ആൻഡ് വി വിൽ ഫോം മധു, പഴയ NDA മുന്നണിയിൽ the next government in India.